പ്രത്യേകം എടുത്ത് പറയേണ്ട എൻ്റെ അവിടുത്തെ ഡെപ്യൂട്ടി ഡയറക്ടർ രാജേഷ് സാറുണ്ട്. സാറാണെങ്കിൽ ലീവൊക്കെ പാസ്സാക്കി തരുന്നുണ്ട്. ഞാൻ ലീവൊന്നും എടുക്കാതെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ സാർ ഒരിക്കലും ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഓഫീസിലോട്ട് വന്നിട്ട് നീ എന്ത് ലീവൊന്നും എടുക്കാതെ ഇവിടെ പോയല്ലോ പഠിക്കുന്നൊക്കെ പറഞ്ഞിട്ട് സാർ എന്നെ നിർമ്മിച്ചാൽ ഞാൻ ലീഡിൻ്റെ മിക്ക ക്ലാസ്സും കേട്ടിട്ടുള്ളത് എൻ്റെ കാറ് വെച്ചിട്ടാണ്. അതുപോലെ ഞാൻ കാറിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ എല്ലാ ആഴ്ചയിലും പത്തനംതിട്ടയിൽ നിന്ന് എൻ്റെ വൈഫൊക്കെ തിരുവനന്തപുരത്തുള്ളത്. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് ട്രാവൽ ചെയ്യും. ആ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഓഫീസിൽ പോകുന്ന സമയത്തൊക്കെ ഞാൻ പാട്ടങ്ങനെ സാറിനത് കേൾക്കാത്ത ആളാണ്. അപ്പോൾ ഞാൻ കേൾക്കുന്നത് മൊത്തം നമ്മുടെ ക്ലാസ്സാണ്. അത് ഒരു ക്ലാസ് ഒരു തവണയല്ല കേൾക്കാറ്, പല തവണ കേൾക്കാറുണ്ട്. NIT കാലിക്കറ്റിൽ ബിടെക് കഴിഞ്ഞ് അതിനുശേഷം ഞാൻ 2 കൊല്ലം മുംബൈയിൽ റിലയൻസ് ഇൻഡസ്ട്രീസിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാറ്. അതൊരു പ്യുവർ കോർപ്പറേറ്റ് ജോബായിരുന്നു. അവിടുത്തെ റിലയൻസിൻ്റെ പുതിയ റിഫൈനറിയുടെ ഒരു പ്രൊജക്ട് മാനേജ്മെൻറ്റ് ഗ്രൂപ്പിലായിരുന്നു. അതിന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഇത്രയും കാലത്തെ ജോലിയിൽ എനിക്ക് ഏറ്റവും സഹിക്കാൻ പറ്റാത്ത ജോലി അതായിരുന്നു. നല്ല മാറ്റം തന്നെയാണ് വന്നിട്ടുള്ളത്. അതിൽ പ്രധാന ഒരു ചാലകശക്തിയായിട്ട് വന്നിട്ടുള്ളത് 2020 KS പരീക്ഷ തന്നെയാണ്. ആ KS പരീക്ഷയ്ക്ക് ശേഷം PSCയുടെ പരീക്ഷകൾക്ക് ഇപ്പോൾ പ്രിലിംസും മെയിൻസും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. നിലവാരത്തിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ഞാൻ അനലിറ്റിക്കലായിട്ടുള്ള അത് ഒബ്വിയസ്ലി UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെയധികം ഒരു സഹായകരമായിട്ടുള്ളൊരു മാറ്റമാണ്. അങ്ങനെ വേണം വരാൻ. ഈ പ്രിലിംസിൽ നിന്ന് മെയിൻസിലേക്ക് വളരെ കുറച്ച് സമയമുള്ളായിരുന്നു. എൻ്റെ ഇടയ്ക്ക് ഞാൻ ആപ്പാടെ ഒരു 3 ആഴ്ചയാണ് ലീവ് എടുത്തത്. ബാക്കി സമയത്തൊക്കെ ഓഫീസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ഒരു ബുക്കുകളിരുന്ന് വായിച്ച് പഠിക്കാനുള്ളൊരു സമയമില്ല. അപ്പോൾ നമുക്ക് വേണ്ട സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കണം. അത് പെർഫെക്റ്റായിട്ട് ലീഡിൽ നിന്ന് കിട്ടി. അത് എനിക്ക് ഉറപ്പായിട്ടും എൻ്റെ എൻ്റെ മെയിൻസിൻ്റെ റിസൾട്ടിൻ്റെ എല്ലാ ക്രെഡിറ്റ് ലീഡിന് തന്നെയാണുള്ളത്. അതിനകത്ത് ഒരു സംശയമില്ലാത്ത കാര്യം. 2020 ലീഡിൻ്റെ സ്റ്റുഡൻറ്റ്, അതിനു മുമ്പ് IB ഉദ്യോഗസ്ഥൻ, പിന്നെ BDU സ്ട്രീം 3, ഇപ്പോൾ സ്ട്രീം 3ൽ ഫസ്റ്റ് റാങ്ക്. നമ്മളൊപ്പം ഉള്ളത് രജീഷ് ആർനാഥാണ്. വെൽക്കം. താങ്ക് യു. സോ 2020 മുതലാണ് ലീഡുമായിട്ടുള്ള ജേർണി സ്റ്റാർട്ട് ചെയ്തത്. അതെ. ഇപ്പോൾ അത് KSലെത്തി നിൽക്കുകയാണ്. അതെ. ഹൗ യു ഫീൽ? 2020 KS വഴി തന്നെയാണ്. അന്ന് ഇതുപോലെ ഞാൻ കേരള സർവീസ് കയറുന്നതിന് മുമ്പാണ്. അപ്പോൾ ഞാൻ അന്ന് സ്ട്രീം 1 പരീക്ഷ എഴുതിയായിരുന്നു. ഫിലിംസ് എഴുതിയതിന് ശേഷമാണ് എനിക്ക് BDO ആയിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് അന്ന് ഇതുപോലെ ഞാനന്ന് കണ്ണൂർ വർക്ക് ചെയ്തിരുന്നു. കോവിഡ് സമയമാണ്. ഇതുപോലെ ഓൺലൈൻ നല്ലൊരു കോച്ചിങ് സ്ഥാപനം നോക്കിയപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയത് ലീഡാണ്. അന്ന് തന്നെ ഞാൻ ലീഡിൻ്റെ നമ്മുടെ ക്ലാസ്സിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് എനിക്ക് ഈ പറഞ്ഞ പോലെ കോവിഡായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്നു സാറിന്. എനിക്കാണെങ്കിൽ കണ്ണൂർ എയർപോർട്ടിൽ ഈ കോവിഡ് വരുന്ന വിദേശത്തുനിന്ന് വരുന്ന പേഷ്യൻസ് അല്ല യാത്രികരുണ്ടായിരുന്നു. അവരെ വീട്ടിലെത്തിക്കാൻ വേണ്ടി നമ്മുടെ KSRTC ഓവർനൈറ്റ് ഓൾമോസ്റ്റ് 16-17 hours ഓവർനൈറ്റ് നമ്മൾ ഒരുപാട് പണിയെടുക്കേണ്ട കുറേ മാസം അങ്ങനെയൊക്കെ പ്രശ്നമുണ്ടായിരുന്നു. അതുകൂടാതെ അത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് LSTD ഇലക്ഷൻ വന്നു. അതൊരു വളരെ ഹെക്റ്റിക്കായിട്ടുള്ളൊരു ജോലി, രാവും പകലില്ലാതെ നമ്മൾ പുറകെ. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് നടന്നൊരു പരീക്ഷ ആയതുകൊണ്ട് അതിനോട് യാതൊരു തരം ജസ്റ്റിസും നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും ലീഡ് അന്ന് തൊട്ടേ ഞാൻ ലീഡിൻ്റെ ഒരു ഭാഗമാണ്. അന്ന് ലീഡിൻ്റെ ടെസ്റ്റ് സീരീസൊക്കെ ഞാൻ ചേർന്നിട്ടുണ്ടായിരുന്നു. ഫോളോ അപ്പും ചെയ്തിട്ടില്ല, എഴുതിയിട്ടില്ല. പക്ഷേ അന്ന് ഗ്രൂപ്പിൽ മറ്റുള്ളവരൊക്കെ ഇടുന്ന കണ്ടിട്ട് അന്നേ ഒരു KSൻ്റെ മെയിൻസിൻ്റെ പ്രിപ്പറേഷനെക്കുറിച്ചൊരു ഐഡിയ അന്നേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ലീഡിൻ്റെ അന്നുണ്ടായിരുന്ന മെറ്റീരിയലുകൾ പലതും ഞാൻ ഈ എക്സാമിൻസിന് ഉപയോഗിച്ചിട്ടുണ്ട്. അന്ന് അതിൽ നിന്ന് കുറേ പുതിയ മെറ്റീരിയൽ കിട്ടി. എങ്കിലും അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് തയ്യാറാക്കിയ ഒരു മലയാളത്തിൻ്റെ ഒരു മെറ്റീരിയൽ ഉണ്ടായിരുന്നു, മലയാളം ലാംഗ്വേജിനെ കുറിച്ചുള്ള. അത് ആ മെറ്റീരിയൽ ഞാൻ ഈ പരീക്ഷയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അനിരൂപ് സാർ തയ്യാറാക്കിയ ഒരു മെറ്റീരിയൽ ഉണ്ടായിരുന്നു. ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അതൊക്കെ ഹെൽപ്പ് ചെയ്തു ഒരുപാട്. ഇപ്പോൾ മാഷ തന്നെ ആദ്യം ഗസ്റ്റിംഗ് കിട്ടിയത് പത്തനംതിട്ടയെ കുറിച്ചിട്ടാണ്. അതെ. അപ്പോൾ നമ്മൾ ഓരോ ഡിസ്ട്രിക്റ്റും നോയോ ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു അല്ലേ? അതെ. വളരെ പത്തനംതിട്ടയെക്കുറിച്ച് ഈ പറഞ്ഞ പോലെ ലീഡിൻ്റെ നല്ലൊരു കൺസൈസ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പത്തനംതിട്ട ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കും ആൾക്കാർ എന്തൊക്കെ ചോദിക്കും എന്നുള്ളത്. അപ്പോൾ ശബരിമല വരുമെന്നറിയായിരുന്നു. ശബരിമലയെക്കുറിച്ച് നല്ല ഡിസ്ക്രിപ്റ്റീവായിട്ട് തന്നെ നമ്മുടെ നോട്ട്സിൽ എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ടായിരുന്നു. അത് തന്നെ നമുക്ക് ഇൻ്റർവ്യൂവിന് ഒരിക്കലും ഒരു ചോദ്യമായിട്ട് തന്നെ വന്നു. ശബരിമലയിലെ ക്രൗഡ് മാനേജ്മെൻറ്റിനെ കുറിച്ചും ശബരിമല അതിൻ്റെ എക്കോളജിക്കൽ അതുപോലെ തന്നെ പിൽഗ്രിമേജിൻ്റെ ആ നേച്ചർ ഒരു യുണീക്കായിട്ടുള്ള 2 മാസത്തെ ഒരു പീരീഡിൽ വരുന്ന ഒരു പിൽഗ്രിമേജാണ്. അപ്പോൾ മറ്റുള്ള അമ്പലങ്ങളെ പോലെ കുറച്ച് വ്യത്യാസങ്ങളുള്ള കാര്യമാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്കത് എനിക്കത് നല്ല പ്രിപ്പയർഡ് ആൻസർ ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഇൻ്റർവ്യൂ തുടങ്ങിയപ്പോൾ ഞാൻ ഈ ആദ്യത്തെ 2 ക്വസ്റ്റ്യനിൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനിൽ എനിക്ക് ആൻസർ പറയാൻ പറ്റിയില്ലായിരുന്നു. പക്ഷേ ഈ ശബരിമലയൊക്കെ വന്നപ്പോഴത്തേന് നമുക്കെന്താ വെച്ചാൽ നമ്മൾ പ്രിപ്പയർ ചെയ്തൊരു ആൻസർ പറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കൂടി അത് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് അത് മൊത്തത്തിലൊരു ഇൻ്റർവ്യൂവിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും പലപ്പോഴും ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു കോൺഫിഡൻസിൻ്റെ ഒരു കളിയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് അത് അന്നേരം കോൺഫിഡൻസ് കിട്ടിക്കഴിയുമ്പോഴത്തേനും നമുക്കൊന്ന് കുറച്ചുകൂടെ പെർഫോം ചെയ്യാൻ പറ്റുന്നതായിരിക്കും.
മാഷിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 34ആണ്, വൺ ഓഫ് ദി ഹയസ്റ്റ്. അതെ അതെ അല്ലേ? അപ്പോൾ അതിലേക്ക് നമ്മുടെ ലീഡിൻ്റെ മോക്ക് ഇൻ്റർവ്യൂസും 1-on-1 സെഷൻസും ഒക്കെ എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്? വളരെ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം തൊട്ട് തന്നെ ഞാൻ പറഞ്ഞു, നമുക്ക് ഈ ലീഡിൻ്റെ മറ്റേ ഋഷാജ് സിംഗ് സാറായിരുന്നു എൻ്റെ പാനലിലുണ്ടായിരുന്നത്. അപ്പോൾ സാറിൻ്റെ പാനലിലുള്ള ആ ഒരു ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ നമ്മൾ ഗ്രൂമിങ് സെഷൻസ്, അതുപോലെ ആദ്യം നമ്മളൊരു 5 ക്ലാസ്സുകൾ തയ്യാറാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ഒരുവിധം, കേരളമല്ല മൊത്തത്തിൽ നമുക്ക് ഇൻ്റർവ്യൂവിന് പ്രതീക്ഷിക്കാവുന്ന, ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ആ സമയത്ത് വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ ഞാൻ ലീഡിൻ്റെ മിക്ക ക്ലാസ്സും കേട്ടിട്ടുള്ളത് എൻ്റെ കാറിൽ വെച്ചിട്ടാണ്. അതോടൊപ്പം ഞാൻ കാറിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ എല്ലാ ആഴ്ചയിലും പത്തനംതിട്ടയിൽ നിന്ന് എൻ്റെ വൈഫൊക്കെ തിരുവനന്തപുരത്തുള്ളത്. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് ട്രാവൽ ചെയ്യും. ആ ട്രാവൽ ചെയ്യുന്ന സമയത്ത്, ഓഫീസിൽ പോകുന്ന സമയത്തൊക്കെ ഞാൻ പാട്ടങ്ങനെ സാറിനത് കേൾക്കാത്ത ആളാണ്. അപ്പോൾ ഞാൻ കേൾക്കുന്നത് മൊത്തം നമ്മുടെ ക്ലാസ്സാണ്. അത് ഒരു ക്ലാസ് ഒരു തവണയല്ല കേൾക്കാറ്, പല തവണ കേൾക്കാറുണ്ട്. എന്ന് പറയുമ്പം ചിലപ്പോൾ 1.5 ആയിരിക്കും കേൾക്കുന്നത്, പക്ഷെ ഒറ്റ തവണയായിട്ട് കേൾച്ചു വെക്കാറില്ല. എന്നിട്ട് 1.5 ആക്കും. എന്നിട്ട് ഞാൻ ഓൾറെഡി നോട്ട്സ് പ്രിപ്പയർ ചെയ്യാത്ത ടോപ്പിക് ആണെങ്കിൽ ഞാൻ ഒന്നുകൂടെ കേട്ട് അതിൻ്റെ ഒരു നോട്ടും കൂടെ ആക്കി വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഇപ്പോൾ പ്രിലിംസും ഇൻ്റർവ്യൂ മാത്രമല്ല മെയിൻസിനും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂവിനും ഈ പറഞ്ഞാൽ നമ്മുടെ ക്ലാസ്സുകൾ അത് മൊത്തം ഞാൻ കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ കുറേ ഇൻ്റർവ്യൂവൊക്കെ പോയിട്ടുണ്ട്. അന്നൊന്നും ഞാൻ പ്രിപ്പയർ ചെയ്യാതെ പോയിട്ടുണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിന് പ്രിപ്പറേഷൻ വേണം എന്നൊരു ചിന്ത പണ്ട് എനിക്കില്ലായിരുന്നു. ഇൻ്റർവ്യൂവിന് എനിക്ക് ഇൻ്റർവ്യൂ എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി മെയിൻസിനൊക്കെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ അവിടെ പോയി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പോരായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, ഇൻ്റർവ്യൂവിന് നല്ലൊരു സ്ട്രാറ്റജി പ്രിപ്പറേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ആ പ്രിപ്പറേഷൻ്റെ പുറത്തു നിന്നുള്ള ചോദ്യങ്ങൾ വളരെ അപൂർവമായിട്ടേ വരത്തുള്ളൂ. ആ പ്രിപ്പറേഷനുള്ളിൽ വന്നു കഴിഞ്ഞാൽ ഇതാണ് ഗുണം. നമുക്ക് അപ്പം തന്നെ നമുക്ക് ഇൻ്റർവ്യൂ പോകണമെങ്കിൽ നമുക്ക് ഇമ്പ്രസ് ചെയ്യാൻ പറ്റും. നമുക്ക് സ്വയം ഒരു കോൺഫിഡൻസ് വരും. ഒരു ഉത്തരം നല്ലതായിട്ട് പറഞ്ഞല്ലോ, ഇനിയും നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാമെന്നുള്ളൊരു കോൺഫിഡൻസ് വരും. അപ്പോൾ ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ ബയോഡേറ്റയും വെച്ചിട്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 70% ചോദ്യങ്ങൾ, എൻ്റെ ഇൻ്റർവ്യൂവിൽ ഞാൻ പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങളൊന്നുമില്ലായിരുന്നു. എനിക്ക് പറയാൻ പറഞ്ഞതിനകത്ത് ചെറിയൊരു തത്തിരിച്ചൊക്കെ വന്നിട്ടുണ്ടാവും, പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച ചോദ്യങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെ ലീഡിൻ്റെ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് വെദർ ഇറ്റ് ഈസ് ഓൺലൈൻ ഓർ ഓഫ്ലൈൻ, അത് തീർച്ചയായിട്ടും ടാർഗറ്റഡ് തന്നെയാണ് എന്നുള്ളതാണ് നമ്മുടെ രജീഷിൻ്റെ മറുപടിയിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമാവുന്നത്. അപ്പോൾ ലീഡിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു. അപ്പോൾ ഇനിയും അങ്ങോട്ട് ഇപ്പോൾ IBയിൽ സ്റ്റാർട്ട് ചെയ്തു, ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസർ, ദെൻ KASലേക്ക് വരാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കരിയർ ഗ്രാഫ് നോക്കി കാണുന്നത്? IBയിലല്ല, മുമ്പ് ഞാൻ 2 വർഷം എഞ്ചിനീയർ ആയിരുന്നു. ഞാൻ NIT കാലിക്കറ്റിൽ നിന്ന് BTech കഴിഞ്ഞ് അതിനുശേഷം ഞാൻ 2 കൊല്ലം മുംബൈയിൽ റിലയൻസ് ഇൻഡസ്ട്രീസിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അതൊരു പ്യുവർ കോർപ്പറേറ്റ് ജോബായിരുന്നു. അവിടുത്തെ റിലയൻസിൻ്റെ പുതിയ റിഫൈനറിയുടെ ഒരു പ്രൊജക്ട് മാനേജ്മെൻറ്റ് ഗ്രൂപ്പിലായിരുന്നു. അതിന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഇത്രയും കാലത്തെ ജോലിയിൽ എനിക്ക് ഏറ്റവും സഹിക്കാൻ പറ്റാത്ത ജോലി അതായിരുന്നു. അത് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ കോർപ്പറേറ്റ് ജോലി എന്നെക്കൊണ്ട് പറ്റുന്നൊരു പരിപാടി അല്ല എന്നുള്ള കാര്യം. സാലറിയൊക്കെ നല്ലതായിരുന്നു. ഞാൻ 2020 BD ആയിട്ട് കയറിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് 2012 റിലയൻസ് കിട്ടുന്ന ശമ്പളമാണ് എനിക്കിപ്പോൾ കിട്ടുന്നത്. പക്ഷേ എന്നാലും ജോബ് സാറ്റിസ്ഫാക്ഷൻ ലെവലിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ എനിക്ക് ശമ്പളം ഒന്നും നമുക്കൊരു വലിയ ഫാക്ടറല്ല. നമുക്ക് ജീവിക്കാനുള്ളൊരു പൈസ കിട്ടിക്കഴിഞ്ഞാൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ എനിക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ്. നമ്മൾ എന്തിനാണ് ജോലി ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്, ഒക്കെ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അന്ന് ഞാൻ തീരുമാനിച്ചു, എൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട എല്ലാ തീരുമാനങ്ങളും ഞാൻ തന്നെത്താൻ എടുക്കാറുള്ളൂ. ഞാൻ എൻ്റെ വീട്ടുകാരോട് ചോദിക്കാറില്ല. അത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ എൻ്റെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ, നമ്മൾ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഭാവിയിൽ ഇന്നയാൾ പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ പറ്റിയതെന്നുള്ളൊരു ഒരു എക്സ്ക്യൂസ് ഇല്ല എനിക്ക്. എൻ്റെ എല്ലാ തീരുമാനങ്ങളും ഞാൻ തന്നെ. അപ്പോൾ ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞു, സാർ അച്ഛനെ ജോലി രാജിവെക്കുക, എനിക്ക് വേറെ എന്തെങ്കിലും എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ ഞാൻ ഒരു വർഷം ഞാൻ UPSCക്ക് പ്രിപ്പയർ ചെയ്തിരുന്നു. പക്ഷേ അന്ന് എനിക്ക് പറ്റിയൊരു UPSC പ്രിപ്പറേഷൻ പറ്റിയൊരു തെറ്റെന്ന് പറഞ്ഞാൽ, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ വീണ്ടും ഡെസ്പറേറ്റ് ആയി, വീണ്ടും ഒരു ജോലി മേടിക്കണം എന്നുള്ളത്. അപ്പോൾ UPSCയുടെ കൂടെ തന്നെ കുറേ പരീക്ഷകൾ എഴുതി. അങ്ങനെയാണ് IB കിട്ടി. ആ സമയത്ത് എഴുതിയ പരീക്ഷകളാണ് ഇതെല്ലാം. BDO എഴുതിയിട്ടുണ്ടായിരുന്നു, IB കിട്ടി, CGL ഉണ്ടായിരുന്നു, പിന്നെ ഒരു പബ്ലിക് സെക്ടറിൽ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് കിട്ടിയിരുന്നു. അങ്ങനെ കുറേ പരീക്ഷകൾ ആ സമയത്ത് കിട്ടി. പക്ഷേ കിട്ടേണ്ട പരീക്ഷ UPSC ആയിരുന്നു. അത് നമ്മൾ അത്ര ഫോക്കസ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ആ രീതിയിലുള്ളൊരു പാളിച്ച ആ ഭാഗത്ത് പറ്റി. എന്നാലും അതിനുശേഷം IBയിൽ വർക്ക് കിട്ടിയത്, ഒരു വർഷത്തിന് ശേഷം IBയിൽ ജോയിൻ ചെയ്തു. അവിടെ 4 കൊല്ലം ഉണ്ടായിരുന്നു. അത് ഡൽഹി, ബാംഗ്ലൂർ ഇവിടെയായിട്ടാണ് ഉണ്ടായിരുന്നത്. അതിന് ശേഷമാണ് പിന്നെ നാട്ടിലൊരു ജോലി കിട്ടിയത്, BDO ആയിട്ട് കിട്ടിയപ്പോഴും IBയിൽ ജോലി കളയണമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. സെൻട്രൽ ഗവൺമെൻറ് ഒബ്വിയസ്ലി അതിൻ്റെ സാലറിയിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ പക്ഷേ എന്നാലും എനിക്ക് എൻ്റെ മനസ്സിൽ അന്ന് ഈ KS ഒരു മനസ്സിലുണ്ടായിരുന്നു. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഉണ്ടായിരുന്നു. കാരണം ഭാവിയിലാണെങ്കിലും ഇതുപോലെ നമുക്കിങ്ങനെ സ്ട്രീം വൈസ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് ഭാവിയിലാണെങ്കിൽ എപ്പോഴേലൊക്കെ നമുക്ക് എഴുതാനൊരു അവസരം കിട്ടും എന്നൊരു തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ടുകൂടാണ് ഞാൻ BDO ആയിട്ടൊരു അവസരം കിട്ടിയപ്പോൾ
വീണ്ടും ജോയിൻ ചെയ്തത് ഇവിടെ. അപ്പം കരിയർ ഡിസിഷൻസ് ഇത്രയും കാലം എനിക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നു. ഞാൻ ഇത്രയും കാലം ഞാൻ പറഞ്ഞില്ല, ഞാൻ തന്നെ എടുത്ത തീരുമാനങ്ങളാണ്, ആരെയും കുറ്റം പറയാനില്ല, എല്ലാം എൻ്റെ സ്വന്തം തീരുമാനങ്ങളാണ്. അപ്പം ശരിയാണോ എന്നുള്ള ഡൗട്ട്, സെൽഫ് ഡൗട്ട് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതൊക്കെ ഒരു ചെറുതായിട്ടെങ്കിലും ഒരു ജസ്റ്റിഫൈഡ് ആയിട്ടുണ്ട് ഈ ഒരു സെലക്ഷനോട്. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇപ്പോൾ KSൻ്റെ എക്സാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ PSCയുടെ ഒരു എക്സാം പാറ്റേൺ നോക്കുകയാണെങ്കിൽ, കാരണം പണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഫാക്ട് ബേസ്ഡ് ആയിട്ട് മാത്രമായിരുന്നു ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിക്കുന്നത്. അതെ. പക്ഷേ ഇപ്പോൾ ആ ഒരു PSC എക്സാം പാറ്റേൺ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. തീർച്ചയായും ഞാൻ PSCയുടെ പറഞ്ഞ പോലെ ഞാൻ ഈ ഒരു പ്രൈവറ്റ് ജോബ് വിട്ടതിന് ശേഷം ഞാൻ ഈ എക്സാംസുമായിട്ട് ബന്ധപ്പെട്ട് UPSC ആണെങ്കിലും PSCയുടെ ആണെങ്കിലും ഒരുപാട് പരീക്ഷ എഴുതിയിട്ടില്ല. ഞാൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു അന്ന്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് BDO, അതിനകത്തിൽ ആദ്യത്തെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നു, പക്ഷേ കിട്ടാനുള്ള റാങ്കില്ലായിരുന്നു. അത് കഴിഞ്ഞ് എഴുതിയാണ് BDO, അതിനകത്ത് കിട്ടുകയും ചെയ്തു. അപ്പം അങ്ങനെ 2 പരീക്ഷ ഞാൻ എഴുതിയുള്ളൂ. പക്ഷേ എങ്കിലും അന്നത്തെ ആ പരീക്ഷയുടെ ഒരു പാറ്റേണിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങൾ PSCക്ക് വന്നിട്ടുണ്ട്. നല്ല മാറ്റം തന്നെയാണ് വന്നിട്ടുള്ളത്. അതിൽ പ്രധാന ഒരു ചാലകശക്തിയായിട്ട് വന്നിട്ടുള്ളത് 2020 KS പരീക്ഷ തന്നെയാണ്. ആ KS പരീക്ഷയ്ക്ക് ശേഷം PSCയുടെ പരീക്ഷകൾക്ക് ഇപ്പോൾ മെയിൻസ്, പ്രിലിംസും മെയിൻസും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. നിലവാരത്തിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ഞാൻ അനലിറ്റിക്കലായിട്ടുള്ള അത് ഒബ്വിയസ്ലി UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെയധികം ഒരു സഹായകരമായിട്ടുള്ളൊരു മാറ്റമാണ്. അങ്ങനെ വേണം വരാൻ. നമ്മൾക്ക് പ്രധാനപ്പെട്ട തസ്തികകളിലേക്കുള്ള പരീക്ഷകൾ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് പരീക്ഷയുടെ കാഠിന്യം കുറച്ച് കൂടിയിരിക്കുന്നത് തന്നെയാണ് നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് നല്ലത്. എപ്പോഴും എല്ലാവരും വിചാരിക്കും പരീക്ഷ പാടാവുന്നത് നമുക്ക് മോശമാണെന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ പ്രിപ്പറേഷൻ നല്ലതാണെങ്കിൽ നമുക്ക് പരീക്ഷ കുറച്ച് ബുദ്ധിമുട്ടാവുന്നത് തന്നെയാണ് എപ്പോഴും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ ഈസി ആണെങ്കിൽ ഒരു മീഡിയോർക്ക് പ്രിപ്പറേഷൻ ഉള്ളവർക്ക് കൂടെ ചിലപ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷേ നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് എപ്പോഴും പരീക്ഷ കുറച്ച് ബുദ്ധിമുട്ടാവുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് PSC മാറിയിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, പിന്നെ സമയബന്ധിതമായിട്ട് പരീക്ഷയുടെ ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന കാര്യം. ഇപ്പോൾ KS തന്നെ ഒരു എക്സാമ്പിളാണ്. മാർച്ചിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഒരു ഇത്രയും മാസം കൊണ്ട്. ഇതിന് മുമ്പ് ഞാൻ എഴുതിയ പരീക്ഷയ്ക്ക് ഒരു 5 വർഷം കൊണ്ടൊക്കെയാണ് റിസൾട്ട് വന്നുകൊണ്ടിരുന്നത്. ഇതിൽ പലതും നമ്മൾ സമരങ്ങളും മറ്റു പ്രശ്നങ്ങളും കണ്ടിട്ടുണ്ട്. ഒരുപാട് വൈകി പ്രോസസ്സ് നടക്കുന്ന ഒരു ഇതായിരുന്നു. പക്ഷേ വളരെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് റിസൾട്ട് ലഭിച്ചല്ലോ. അപ്പോൾ വളരെ നല്ലൊരു മാറ്റമാണ് കാര്യത്തിലുണ്ടായത്. അപ്പോൾ ഒരു PSCയുടെ ഇത്രയും കീ പോസ്റ്റുകൾ അവർ സിലബസ് മാറുന്നു, അതോടൊപ്പം തന്നെ എക്സാമിൻ്റെ പാറ്റേൺ അനലിറ്റിക്കലായി മാറുന്നു. പക്ഷേ ആ വേഗതയോടൊപ്പം ലീഡ് സഞ്ചരിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ എവിഡൻ്റാണ് നമുക്ക് KSൽ ഇത്രയും അധികം റാങ്കുകൾ. അപ്പോൾ നമ്മുടെ KSൻ്റെ മെയിൻസിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? അതെ സാർ, പ്രിലിംസ് ശരിക്കും പ്രിലിംസ് ഒരുപാട് പ്രിപ്പയർ. ഞാൻ പറഞ്ഞാൽ എനിക്കൊരു UPSC ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പണ്ട് UPSCക്ക് പ്രിലിംസ് എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. മെയിൻസ് ആണ് എപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഈ KSനാണെങ്കിൽ ഞാൻ പ്രിലിംസിന് വേണ്ടിയിട്ട് കാര്യമായിട്ട് വലിയൊരു കോച്ചിങ് അങ്ങനെയൊന്നും പോയിട്ടില്ല. ഞാൻ പഠിച്ചു, പക്ഷേ എനിക്ക് പ്രിലിംസ് നല്ല മാർക്കുണ്ടായിരുന്നു, 125 മാർക്കുണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് എന്തായാലും പ്രിലിംസ് എന്തായാലും കിടക്കും. കാരണം അത് ഉറപ്പായ സ്ഥിതിക്ക് ഞാൻ അപ്പം തന്നെ നല്ലൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കി. അപ്പോൾ ആദ്യം നമുക്കൊരു കോഴ്സ് ആരംഭിച്ചത് ലീഡാണ്. അതുപോലെ തന്നെ എനിക്ക് ലീഡിന് ഞാൻ പറഞ്ഞില്ല, നേരത്തെ ഞാൻ 2020 തന്നെ ലീഡിൻ്റെ പാർട്ടായിട്ട് എനിക്കറിയാം അവിടുത്തെ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വേറെ ഒന്നും ആലോചിച്ചില്ല. അപ്പം തന്നെ അന്ന് ആരെയാണ് വിളിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ വിളിച്ചിട്ട് അപ്പം തന്നെ എനിക്ക് തോന്നുന്നു പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞൊരു ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഞാൻ ജോയിൻ ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആദ്യത്തെ ഏർലി ബേർഡ് ഡിസ്കൗണ്ടും എനിക്ക് കിട്ടി. അപ്പം അങ്ങനെ ഞാൻ അന്നേരം തന്നെ ജോയിൻ ചെയ്തു. എന്നിട്ട് അന്ന് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടാണ് ചെയ്തത്. പിന്നെ എൻ്റെ പ്രിപ്പറേഷൻ്റെ കാര്യം പറയുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ഈ KSൻ്റെ തന്നെ നമ്മുടെ എൻ്റെ റാങ്ക് ലിസ്റ്റിൽ 4th റാങ്കുള്ള അനുഭവം. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ജോയിൻ്റ് ആയിട്ടാണ് എല്ലാ പ്രിപ്പറേഷൻ പറയുമ്പോൾ എല്ലാ പ്രിപ്പറേഷൻ മാത്രമല്ല നമ്മൾ തമ്മിലൊരു ഇമോഷണൽ സപ്പോർട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ട് നമുക്ക് എപ്പോഴും വേണം. നമ്മൾ ലീഡിൻ്റെ എല്ലാ ഇതുകൊണ്ട് ഫാക്കൽറ്റീസ് ഉണ്ട്. പക്ഷേ ഞാൻ പലപ്പോഴും ഓഫ്ലൈനാണ്. ഞാൻ എൻ്റെ വർക്കിൻ്റെ കൂടെ ആയതുകൊണ്ട് ഞാൻ പത്തനംതിട്ടയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമുക്കൊരു പേഴ്സണലായിട്ട് ആരെയും കാണാനുള്ള പരിചയപ്പെടാനുള്ള അവസരം പലപ്പോഴും ഉണ്ടായിട്ടില്ല. പലപ്പോഴും എൻ്റെ ഒരു ജോലിയുടെ നേച്ചർ വെച്ചിട്ട് എനിക്ക് റെക്കോർഡഡ് സെഷൻസാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എങ്കിലും എൻ്റെ മെയിൻസ് പ്രിപ്പറേഷൻ മൊത്തം ലീഡിൻ്റെ മെറ്റീരിയൽ ഫോക്കസ്ഡ് ആയിരുന്നു. ഞാൻ 100 ദിവസത്തെ ക്ലാസ് ഉണ്ടായിരുന്നു. അതെനിക്ക് എന്ന് പറയുമ്പം അതൊരു ലൈഫ് സേവറായിരുന്നു. കാരണം അതിന് വേറെ ഒന്നുമല്ല, കാരണം അതില്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഇതിപ്പോൾ ആ ഒരു 100 ദിവസം റിലീജിയസ് ആയിട്ട് അത് ഫോളോ ചെയ്യാൻ പറ്റിയതുകൊണ്ട് എങ്ങനെയൊക്കെയായാലും ആ വീഡിയോസൊന്നും ഞാൻ സ്കിപ്പ് ചെയ്തിട്ടില്ല. അതിനകത്തിലെ എല്ലാ ദിവസവും തരുന്ന ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഒന്നും കറക്റ്റായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ എല്ലാ വീഡിയോയും കണ്ടിട്ടുണ്ട്, എല്ലാത്തിനും നോട്ടും തയ്യാറാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹിസ്റ്ററിയുടെയൊക്കെ സിജിൻ സാറിൻ്റെയൊക്കെ അതിനകത്തിലൊക്കെ ഞാൻ എനിക്ക് ആ ഏൻഷ്യൻ്റ് മോഡേൺ ആ ഹിസ്റ്ററിയുടെ പാർട്ടൊക്കെ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു പരീക്ഷയ്ക്ക് പോകുമ്പോൾ തന്നെ. സ്റ്റാറ്റിക് പാർട്ടൊക്കെ നമുക്ക് തറവായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റി. അപ്പോൾ അതാണ് ഞാൻ വേറെ എനിക്കറിയാമായിരുന്നു. കാരണം നമുക്ക് ഈ പ്രിലിംസിൽ നിന്ന് മെയിൻസിലേക്ക് വളരെ കുറച്ച് സമയമുള്ളായിരുന്നു. എൻ്റെ ഇടയ്ക്ക് ഞാൻ ആപ്പടെ ഒരു 3 ആഴ്ചയാണ് ലീവ് എടുത്തത്. ബാക്കി സമയത്തൊക്കെ ഓഫീസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ഒരു ബുക്കുകളിരുന്ന് വായിച്ച് പഠിക്കാനുള്ളൊരു സമയമില്ല. അപ്പോൾ
നമുക്ക് വേണ്ട സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കണം. അത് പെർഫെക്റ്റായിട്ട് ലീഡിൽ നിന്ന് കിട്ടി. അത് എനിക്ക് ഉറപ്പായിട്ടും എൻ്റെ ലീഡിന് എൻ്റെ മെയിൻസിൻ്റെ റിസൾട്ടിൻ്റെ എല്ലാ ക്രെഡിറ്റ് ലീഡിന് തന്നെയാണുള്ളത്. അതിനകത്ത് ഒരു സംശയമില്ലാത്ത കാര്യം. പിന്നെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫാമിലി സപ്പോർട്ടുണ്ട് അതിനകത്തിൽ. ഞാൻ പറഞ്ഞ ലീവ് എടുത്തിട്ട് ഞാൻ എൻ്റെ അച്ഛനും അമ്മയും ഇപ്പോൾ ഇവിടെ ഇല്ല, നാട്ടിലല്ല. ചേച്ചി കാനഡയിലാണ്, അപ്പോൾ അവിടെ പോയേക്കുക. ഞാൻ എൻ്റെ വൈഫിൻ്റെ വീട്ടിലാണ് നിന്നത്. അപ്പോൾ എൻ്റെ അതും കൂടെ ഇപ്പോൾ പറഞ്ഞില്ല. അപ്പോൾ വൈഫിൻ്റെ അമ്മയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വേണ്ടി ഭക്ഷണം. എൻ്റെ കുഞ്ഞുണ്ട്, 2 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവളുടെ കൂടെ നിന്ന് പഠിക്കുന്ന കാര്യം നടക്കത്തില്ല. അവൾക്ക് ലാപ്ടോപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ സമ്മതിക്കത്തില്ല. അപ്പോൾ ഞാൻ രാവിലെ 7 മണിക്ക്, വൈഫ് രാവിലെ 7:30 ആകുമ്പോൾ പോകും. ആ സമയത്ത് തന്നെ ഞാനും വീട്ടിൽ നടക്കും. എനിക്ക് ചോറൊക്കെ കെട്ടിത്തരും. ഞാൻ എന്നിട്ട് ഒരു സ്ഥലത്ത് പോയിരുന്ന് പഠിക്കും. എന്നിട്ട് വൈകുന്നേരം അങ്ങനെ സ്കൂളിൽ പോകുന്ന പോലെയാണ് ഞാൻ എല്ലാ ദിവസവും. അപ്പോൾ അങ്ങനെ എൻ്റെ വൈഫിൻ്റെ ആണെങ്കിൽ വൈഫിൻ്റെ ഫാമിലി, പിന്നെ എല്ലാവരുടെയും ഒരു ഇമോഷണൽ സപ്പോർട്ട്, പിന്നെ ഞാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ട് അനുഭവം. അപ്പോൾ ഞങ്ങളെല്ലാ ഫുൾ ടൈം എല്ലാ പരിപാടിക്കും ഒരുമിച്ച്. ഞങ്ങൾ വീഡിയോ കോൺഫറൻസ് പോലെ ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഒരിപ്പോഴും ഉണ്ടാവില്ല, പക്ഷേ വീഡിയോ കോൾ വിളിക്കും. വീഡിയോ കോൾ വിളിച്ചിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ അവന് ഞാൻ പറഞ്ഞു കൊടുക്കും, അവൻ പ്രിപ്പയർ ചെയ്ത കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു കൊടുക്കും. അത് വളരെ കാരണം ഞാൻ ഒറ്റയ്ക്ക് പഠിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബോർഡായിപ്പോൾ. തീർച്ചയായിട്ടും ആ ഒരു റിഫ്ലക്ഷൻ കാണാൻ പറ്റും. കാരണം 4th റാങ്ക് ആണ് അനുഭവം. നമുക്ക് ഇവിടെ KSന്റെ റിസൾട്ട് വന്ന ദിവസം തന്നെ ഓഫ്ലൈനായിട്ടുണ്ടായിരുന്നു. ഓഫ്ലൈനായിട്ട് വന്ന് നമുക്ക് കേക്ക് കട്ടിങ് സെറമണി കാര്യങ്ങളൊക്കെ വീട്ടിൽ വന്ന അനുഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഷെയർ ചെയ്തിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ പഠിക്കുക, നമ്മൾ തമാശയൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ തമാശയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ വളരെ എൻജോയബിൾ എക്സ്പീരിയൻസ് ആയിട്ടാണ് നമ്മൾ പഠിച്ചു പോയത്. അതെനിക്കൊരു പറഞ്ഞ പോലെ അങ്ങനെ ഒരു കമ്പാനിയൻ എല്ലാവർക്കും. ഞാൻ പറഞ്ഞ നേരത്തെ ഉള്ള ഞാൻ പ്രിപ്പറേഷൻ സമയത്ത് പലപ്പോഴും ഞാനിങ്ങനെ ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഞാൻ പലപ്പോഴും എനിക്ക് അവസരം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ലൈം ലൈറ്റിലോട്ട് വരാതെ നിൽക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പക്ഷേ ഈ ഒരു പ്രിപ്പറേഷൻ്റെ കാര്യത്തിൽ അനുഭവം ഉണ്ടായുണ്ട്. അവനക്ക് നേരെ തിരിച്ചാണ്. അവനെ എല്ലായിടത്തും എന്നെ കൊണ്ടുപോകും. നമ്മൾ മോക്ക് ഇൻ്റർവ്യൂവിനാണെങ്കിൽ ഇവിടെ ലീഡിനൊക്കെ എന്നെ നമുക്ക് എന്തായാലും പോയി ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലായിടത്തും നമ്മൾ പോയത് അവനാണ്. അപ്പം ആ രീതിയിലേക്ക് ഒരു എക്കോസിസ്റ്റം ഉള്ളത് നമുക്ക് വലിയ ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പലപ്പോഴും ഒന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ പഠിക്കാനുള്ള സമയം കിട്ടുന്നില്ല എന്ന് പരാതി പറയുന്ന ആളുകളാണ് 99% ആളുകൾ. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇത്രയും സ്ട്രെസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ജോബാണ് വീഡിയോ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ നിന്നുകൊണ്ട് പ്രിപ്പയർ ചെയ്തു എന്ന് മാത്രമല്ല 1ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുകയാണ്. എങ്ങനെയാണ് ആ ഒരു വർക്കും സ്റ്റഡിയും തമ്മിൽ ബാലൻസ് കണ്ടെത്തിയത്? അത് ഒന്നാമത് ഈ പറഞ്ഞ പോലെ അതിനും ആദ്യത്തെ ക്രെഡിറ്റ് ലീഡിന് തന്നെയാണുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നമുക്കൊരു സിസ്റ്റമാറ്റിക് ഒരു ഷെഡ്യൂൾ ഫോളോ ചെയ്യാൻ പറ്റും. ഓരോ ദിവസവും നമുക്കൊരു സിലബസ് തന്നിട്ടുണ്ട്. ആ സിലബസ് അനുസരിച്ച് ക്ലാസ് ഉണ്ടാവും. ആ ക്ലാസ്സിന് പുറത്ത് കുറച്ച് നമ്മൾ ചിലപ്പോൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. കാരണം 2 മണിക്കൂർ ക്ലാസ്സുകളിൽ ഒരു ടോപ്പിക്കിൽ പഠിപ്പിക്കാൻ പറ്റുന്നതിലും, പക്ഷേ എന്നാലും ഇതൊക്കെയാണ് പിന്നെ ഇതിനകത്തിൽ പഠിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് സൂചിപ്പിച്ച് തരുന്നുണ്ടായിരുന്നു. അതുപോലെ ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ പലപ്പോഴും എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ചിന്തിക്കും. അപ്പം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഞാനും ഈ അനുഭവം ഞങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മളിങ്ങനെ ബ്രെയിൻ സ്റ്റോം ചെയ്യാറ്. അവസാനം എഴുതാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ എടുത്തിട്ട് ആലോചിക്കും. അതും നല്ലൊരു ടെക്നിക്കാണ്. നിങ്ങൾക്ക് സമയം കുറവുണ്ടെങ്കിൽ ബ്രെയിൻ സ്റ്റോം ചെയ്യുക. ഒരു ചോദ്യം വരിക, ഇങ്ങനൊരു ചോദ്യം വരികയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ പോയിന്റുകൾ എഴുതാൻ പറ്റും. അത് വളരെ നമ്മൾ മൈൻഡിലും സ്ട്രക്ചർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കതൊരു അത് എഴുതുന്ന ഒരു ആക്ടിവിറ്റി ഇല്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നമുക്ക് അങ്ങനെ ബ്രെയിൻ സ്റ്റോം ചെയ്യുന്ന ഒരു രീതിയും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഒബ്വിയസ്ലി ഈ പറഞ്ഞ പോലെ ലീഡിൻ്റെ ആ 100 days ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്കത് സിസ്റ്റമാറ്റിക്കായിട്ട് എനിക്ക് ആ പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ പറ്റി. പിന്നെ എനിക്ക് ഓഫീസിൽ എൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഓഫീസിൽ എൻ്റെ കൊളീഗ്സ് അവർ ഈ പറഞ്ഞ പോലെ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള കുറേ കൊളീഗ്സ് ഉണ്ടായിരുന്നു. പിന്നെ സീനിയർ ഓഫീസേഴ്സ് ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ട എൻ്റെ അവിടുത്തെ ഡെപ്യൂട്ടി ഡയറക്ടർ രാജേഷ് സാറുണ്ട്. സാറാണെങ്കിൽ ലീവൊക്കെ പാസ്സാക്കി തരുന്നുണ്ട്. ഞാൻ ലീവൊന്നും എടുക്കാതെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ സാർ ഒരിക്കലും ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ഓഫീസിലോട്ട് വന്നിട്ട് നീ എന്ത് ലീവൊന്നും എടുക്കാതെ ഇവിടെ പോയല്ലോ പഠിക്കുന്നൊക്കെ പറഞ്ഞിട്ട് സാർ എന്നെ നിർമ്മിച്ചു. അതിൻ്റെ കൂടെ ഭരണസമിതി ഉണ്ടായിരുന്നു ഞങ്ങളുടെ. ഒബ്വിയസ്ലി നമ്മളൊരു പഞ്ചായത്ത് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടിരിക്കുമ്പോൾ നമ്മൾ ആൻസറബിൾ ടു ഭരണസമിതിയാണ്. അപ്പം അവർ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇലക്ഷൻ വർഷമാണ്. അവർക്ക് നിർണായകമായിട്ടൊരു ഇലക്ഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ലീവൊക്കെ എടുത്ത് ഞാൻ ഒരുപാട് നടന്നില്ല, 1 മാസത്തേക്കേ ഉള്ളൂ. എങ്കിലും ലീവ് എടുത്ത് പോകാമെന്നൊക്കെ പറയാൻ എനിക്ക് മടിയാണ്. കാരണം ഇലക്ഷൻ വരാൻ പോകുന്ന സമയത്താണ് മീൻസ് വരുന്നത്. അപ്പോൾ പക്ഷേ അവരെല്ലാവരും നമ്മൾ അത്രയും കാലം ഉണ്ടാക്കിയെടുത്ത ആത്മബന്ധം കൊണ്ട് എല്ലാവരും നമ്മളെ ആശംസിച്ച് വിട്ടതല്ലാതെ ഇപ്പോൾ പോലെ ആണെങ്കിലും എല്ലാം കഴിഞ്ഞപ്പോഴാണെങ്കിലും വളരെ എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ്. അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം എനിക്കുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. അത് വലിയൊരു ഹെൽപ്ഫുൾ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ വന്ന് താമസിച്ചപ്പോഴും എനിക്ക് എൻ്റെ വൈഫിൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും അവരെല്ലാവരും എനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും, രാവിലത്തെ ഉച്ചയ്ക്ക് ഭക്ഷണവും എല്ലാ വേണ്ട ഡ്രസ്സെല്ലാം കഴുകും, എല്ലാ കാര്യങ്ങളും ഞാനൊന്നും അറിയണ്ട, പഠിച്ചാൽ മാത്രം മതി എന്നുള്ളത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രിപ്പറേഷൻ ഫേസ് ഞാൻ കുറച്ച് ബ്ലെസ്ഡ് ആയിരുന്നു. ഞാൻ മുമ്പ് പല എക്സാംസിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ച് സ്ട്രഗിൾസിലൂടെയൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്തവണ എനിക്ക് മെൻ്റലി ഞാൻ കുറച്ച് അറ്റ് പീസായിരുന്നു.
എനിക്ക് നല്ലൊരു അതെല്ലാവർക്കും ഒരു നമ്മുടെ ഒരു ഓരോ സമയത്തിൻ്റെ സമയത്തായിരിക്കും ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ എനിക്ക് എല്ലാ തരത്തിലുള്ളൊരു സപ്പോർട്ട് സിസ്റ്റം എനിക്ക് ഫേവർ ചെയ്ത് വന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ തവണ LSD ഇലക്ഷൻ ഉണ്ടായിരുന്നു, പക്ഷേ കൃത്യമായിട്ട് മെയിൻസ് പരീക്ഷ കഴിഞ്ഞതിന് ശേഷമാണ് LSD ഇലക്ഷൻ നടന്നത്. അപ്പോൾ അതും ഇൻ്റർവ്യൂവിന് മുമ്പായിട്ടാണെങ്കിലും നമുക്കത് വലിയ ബാധിച്ചില്ല. അപ്പോൾ അത് LSD ഇലക്ഷൻ നമുക്ക് അതൊന്നും ബുദ്ധിമുട്ടായിട്ട് വന്നില്ല. അതുകൊണ്ട് ഇത്തവണ എന്തൊക്കെയോ നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഒത്തുണങ്ങി വന്നതാണ്. ലീഡിന്റെ ലേണിംഗ് എക്കോ സിസ്റ്റം, ഫാമിലി എക്കോ സിസ്റ്റം, അതെ സോഷ്യൽ എക്കോ സിസ്റ്റം, വർക്കിംഗ് എൻവയോൺമെന്റ് എല്ലാം ഫേവറബിൾ ആയി. അതെ തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു ജെനുവിനിറ്റി കീപ്പ് ചെയ്യുന്നു, അതിൻ്റെ ഒരു ട്രൂ റിഫ്ലക്ഷൻ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റിയത്. താങ്ക് യു സർ. എനിവേ തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് വിവരങ്ങളിലെത്തട്ടെ. അപ്പോൾ മറ്റുള്ളവർക്കും ഇൻസ്പിറേഷൻ ആവട്ടെ, മോട്ടിവേഷൻ ആവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Lead IAS, #1 IAS Academy in Kerala.